നമസ്കാരം. ഞാൻ ഡോക്ടർ ശ്രീനാഥ് കാര്യാട്, ഭാരതീയ ധർമ്മ പ്രചാര സഭയുടെ ആചരണം. ഭാരതീയ ധർമ്മ പ്രചാര സഭയിൽ ലോകത്തിന്റെ പല ഭാഗത്തുള്ള ആൾക്കാർ സനാതന ധർമ്മം പഠിച്ചുകൊണ്ടിരിക്കുന്നു. പലരും ചോദിക്കുന്ന ചോദ്യങ്ങൾ, വളരെ പ്രസക്തമായ ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം പറയാറുണ്ട്, പൊതുവായി ഉത്തരം പറയാറുണ്ട്. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട എല്ലാവരും ഒരു ചോദ്യവും അല്ലെങ്കിൽ എല്ലാവർക്കും ഉള്ള സംശയം സർപ്പബലി എന്താണ് എന്നാണ്. എന്താണ് സർപ്പശാപം അല്ലെങ്കിൽ സർപ്പദോഷം എന്ന് പറയുന്നത്? സർപ്പബലി എന്ന് പറയുന്നത് എന്താണ്? പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ പാമ്പിനെ ഉപദ്രവിച്ചാൽ നമ്മൾക്ക് ഉണ്ടാവുന്ന ദോഷമാണ് സർപ്പശാപം. പലപ്പോഴും ജ്യോത്സ്യന്മാരൊക്കെ എടുത്ത് പോയാൽ തൊലിക്ക് പുറത്തുണ്ടാവുന്ന അസുഖങ്ങൾ, സോറിയാസ് തുടങ്ങിയ അസുഖങ്ങളൊക്കെ സർപ്പശാപം കൊണ്ടാണ് ഉണ്ടാവുന്നത് എന്ന് പറയാറുണ്ട്. അതുപോലെ കുട്ടികളില്ലാതാവുന്നത് സർപ്പശാപം കൊണ്ടാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ സത്യത്തിൽ എന്താണ് ഈ സർപ്പശാപം? മറ്റ് ജീവികൾക്കൊന്നുമില്ലാത്തൊരു ശാപം എന്തുകൊണ്ടാണ് സർപ്പങ്ങൾക്കുള്ളത്? സർപ്പം അങ്ങനെ ശപിക്കുന്ന ഒരാളാണോ? അപ്പൊ വീട്ടിനടുത്തൊരു പാമ്പിനെ, വീട്ടിനകത്തൊരു പാമ്പിനെ കണ്ടാൽ നമ്മൾ തല്ലി കൊല്ലേണ്ടതുണ്ടോ? അതൊരു ശാപമായി മാറുമോ? എന്തുകൊണ്ടാണ് സർപ്പ ആരാധന കേരളത്തിൽ അതിശക്തമായത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്ക് ആദ്യം തന്നെ സർപ്പം എന്നുള്ളൊരു വാക്ക് എവിടെ നിന്നാണ് ഉണ്ടായത് നോക്കാം. മലയാളത്തിന്റെ അല്ലെങ്കിൽ സംസ്കൃതത്തിന്റെ ഒരു പ്രത്യേകത, ഒരു വാക്ക്, ആ വാക്കിൽ അതിന്റെ അർത്ഥം ഒളിഞ്ഞിരിക്കുന്നുണ്ടോ? ആ വാക്കിനെ അന്വയിച്ചാൽ മതി. ഒരു ധാതുവിൽ നിന്നാണ് ഒരു വാക്ക് ഉണ്ടാവുന്നത്. ആ ധാതുവിനെ അന്വേഷിച്ച് പോവുകയാണ് വേണ്ടത്. അപ്പൊ സന്യാസി എന്നുള്ള പദം നമുക്ക് കേട്ടാൽ തന്നെ അതിനെ അന്വയിച്ചാൽ അറിയാം. സമ്യക് ന്യസ്യതേ അനേന ഇതി സന്യാസിവ. സമ്യക് ആയിട്ടുള്ള വസ്തുക്കളെ ആരാണോ ഉപേക്ഷിക്കുന്നത് അയാളെ സന്യാസി എന്ന് വിളിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സന്യാസി എന്നുള്ള വാക്ക് കേട്ടാൽ സംസ്കൃതം അറിയുന്ന ഒരാൾ അതിന്റെ അർത്ഥം നോക്കാൻ വേണ്ടി ഡിക്ഷണറി നോക്കേണ്ട ആവശ്യമില്ല. അതേപോലെ പുത്രൻ, പും നാമ നരകാത് ത്രായത് അനേന ഇതി പുത്ര. പുത്രൻ എന്നുള്ള വാക്ക് കേട്ടാല് അത് ആരാണ് എന്ന് അറിയാൻ വേണ്ടി ഡിക്ഷണറി നോക്കേണ്ടതില്ല, അന്വയിച്ചാൽ മതി. അതിന്റെ ധാതുവിനെ കണ്ടെത്തിയാൽ മതി. അതേപോലെ സർപ്പം എന്നുള്ള വാക്കിന്റെ ധാതുവും സര് എന്നാണ്. സരു എന്ന് പറയുന്ന ധാതുവിൽ നിന്നാണ് സർപ്പം എന്നുള്ള വാക്കുണ്ടായത്. സര് ധാതുവിന് സഞ്ചരിക്കുന്നത് എന്നാണ് അർത്ഥം. അപ്പൊ സഞ്ചരിക്കുന്ന എല്ലാ വസ്തുക്കളെയും സർപ്പം എന്ന് വിളിക്കുമോ? അതില്ല. പിന്നെ എങ്ങനെ സഞ്ചരിക്കുന്നത്? നമ്മളിപ്പോ അങ്ങനെയാണ് ബസ്സിനെയും കാറിനെയും ലോറിനെയും നമ്മൾ സർപ്പം എന്ന് വിളിക്കാറില്ലല്ലോ. അപ്പൊ സഞ്ചരിക്കുന്ന എല്ലാ വസ്തുക്കളെയും സർപ്പം എന്ന് വിളിക്കാറില്ല. നേരെ സഞ്ചരിക്കാതെ തരംഗ രൂപത്തിൽ സഞ്ചരിക്കുന്ന, ഈ ആകൃതിയിൽ സഞ്ചരിക്കുന്ന എല്ലാ വസ്തുക്കളെയും സർപ്പം എന്ന് വിളിക്കാം. അതുകൊണ്ട് തന്നെ സർപ്പബലിയിൽ നമ്മൾ പൂജിക്കുന്നത് ആരെയാണ്? സർപ്പത്തെ ഒന്നാമത്തെ മന്ത്രമുണ്ട് സർപ്പബലിയിൽ. നമസ്തേ അസ്തു സർപ്പേഭ്യോ യേ കേജ പൃഥിവീമനോ യേ അന്തരീക്ഷേ ദിവിദേഭ്യ സർപ്പേഭ്യോ നമ. എന്താണ് മന്ത്രത്തിന്റെ അർത്ഥം? ആകാശത്തിലെ സർപ്പങ്ങൾക്ക് നമസ്കാരം, അന്തരീക്ഷത്തിലെ സർപ്പങ്ങൾക്ക് നമസ്കാരം, വായുവിലെ സർപ്പങ്ങൾക്ക് നമസ്കാരം, സൂര്യനിലെ സർപ്പങ്ങൾക്ക് നമസ്കാരം, ഭൂമിയിലെ സർപ്പങ്ങൾക്ക് നമസ്കാരം. ഇപ്പൊ ഭൂമിയിലെ സർപ്പം പാമ്പാണ് നമ്മൾ കരുതുക. ആകാശത്തിലും അന്തരീക്ഷത്തിലും വായുവിലും സൂര്യനിലൊക്കെ ഇങ്ങനെ സർപ്പം ഉണ്ടാവുക. അവിടെയാണ് സൂര്യനിലെ സർപ്പം എന്ന് വിളിക്കുന്നത്. സൂര്യനിൽ നിന്ന് എന്താണോ ഭൂമിയിലേക്ക് വരുന്നത് അതിനെയാണ്, അത് സൂര്യരശ്മിയാണ്. സൂര്യരശ്മി സഞ്ചരിക്കുന്നത് നേരെയല്ല, തരംഗ രൂപത്തിലാണ്. അതുകൊണ്ടാണ് ചെറിയ ഒരു ദ്വാരത്തിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്ന സൂര്യപ്രകാശം അകത്തെത്തിയാൽ ആ ദ്വാരത്തിന് വലുപ്പത്തിലുള്ള പ്രകാശവലയല്ല സൃഷ്ടിക്കാറ്, വലിയ പ്രകാശവലയം സൃഷ്ടിക്കുന്നത്. അത് സഞ്ചരിക്കുന്നത്, സ്പ്രെഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ സംസാരിക്കുന്നത് ഈ ഡിവൈസ് വഴി നിങ്ങൾ കേൾക്കുന്നത് തരംഗ രൂപത്തിലാണ്. അതുകൊണ്ട് ആകാശത്തിലെ കോസ്മിക് എനർജി, ഊർജം സഞ്ചരിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ECG എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ECG റിപ്പോർട്ട് ഇങ്ങനെയാണ്. അത് നേരെ ആയാൽ അയാൾ മൃതനായി. എല്ലാം സഞ്ചരിക്കുന്നത് ഈ ആകൃതിയിലാണ്. ഈ ആകൃതിയിൽ സഞ്ചരിക്കുന്നു. ഊർജം സഞ്ചരിക്കുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് ആകാശത്തിലെ സർപ്പങ്ങൾ, സൂര്യനിലെ സർപ്പം പ്രകാശരശ്മിയാണ്. ആകാശത്തിലെ സർപ്പം എന്ന് പറയുന്നത് ശബ്ദബീജികളാണ്. അന്തരീക്ഷത്തിലെ സർപ്പം എന്ന് പറയുന്നത് കോസ്മിക് എനർജിയാണ്. ഭൂമിയിലെ സർപ്പം എന്ന് പറയുന്നത് പ്രകൃതിയാണ്. പ്രകൃതിയുടെ പ്രതീകമായിട്ടാണ് അവിടെ സർപ്പത്തെ പറഞ്ഞിട്ടുള്ളത്. പാമ്പ് സഞ്ചരിക്കുന്നത് ഇങ്ങനെ ആയതുകൊണ്ടാണ്
പാമ്പിനെ സർപ്പം എന്ന് വിളിക്കുന്നത്. പാമ്പിനെ എത്ര തിരക്കുണ്ടെങ്കിലും പാമ്പ് നേരെ പോവില്ല, ഇഴഞ്ഞഴഞ്ഞ് ഈ ഒരു ആകൃതിയിലാണ് പോകുന്നത് എന്നുള്ളതുകൊണ്ടാണ് അതിനെ നമ്മൾ സർപ്പം എന്ന് വിളിക്കുന്നത്. ഈ രീതിയിൽ സഞ്ചരിക്കുന്ന വസ്തുക്കളൊക്കെ സർപ്പം എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ ഈ 5 വസ്തുക്കളുടെ ഈ എല്ലാ സർപ്പങ്ങളും ഈ എല്ലാ ഊർജവും നമ്മുടെ ഉള്ളില് ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കുമ്പോഴാണ് നമ്മൾക്ക് ആരോഗ്യം ഉണ്ടാവുന്നത്. സർപ്പബലിയിലെ ഓരോ മന്ത്രങ്ങളും പരിശോധിക്കുന്ന സമയത്ത് നമ്മൾക്കത് മനസ്സിലാവും. സർപ്പബലിയിലുള്ള വളരെ ശക്തമായ ഒരു മന്ത്രം അധിപത്നി നാമാസി ബൃഹദീർഘിത്തസ്യാസ്തേ ബൃഹസ്പതിരധിപതി ചിത്രോ രക്ഷിത യശ്ചാധിപതി യശ്ച ഗോപ്ത്രാതാഭ്യം നമസ്തൗനോ മൃഡേതാം തേയന്തിഷ്ണോ യശ്ചനോദ്ദിഷ്ടിതം വാഞ്ചം ഭേദദാമി. പറയാണ്, സൂര്യഭഗവാനോട് പറയാണ്, അങ്ങയുടെ 7 രശ്മിയില് ഒരു രശ്മി, 7ാമത്തെ രശ്മി അമൃതത്വമാണ്. 6 രശ്മിക്ക് ചൂടാണെങ്കിൽ 7ാമത്തെ രശ്മി തണുപ്പുള്ള രശ്മിയാണ്, അത് അമൃതത്വമാണ്. ആ അമൃതത്വമുള്ള രശ്മി എന്റെ ഉള്ളിൽ പ്രവേശിക്കട്ടെ. തൊലിക്ക് പുറത്തുണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ രോഗങ്ങളിൽ നിന്നും എന്നെ രക്ഷിച്ചാലും എന്നുള്ള മന്ത്രമാണ്. നമുക്ക് എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ മനസ്സിലാക്കിയത് സൂര്യപ്രകാശത്തിന്റെ അഭാവം, വിറ്റാമിൻ ഡിന്റെ കുറവ് തൊലിക്ക് പുറത്ത് അസുഖങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത്. ചിത്രം എന്ന് പറഞ്ഞാൽ വെള്ളപ്പാണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ പാണ്ട് രോഗങ്ങളിൽ നിന്നും എന്റെ തൊലിക്ക് പുറത്തുണ്ടാവുന്ന അസുഖങ്ങളിൽ നിന്നും എന്നെ രക്ഷിച്ചാലും. അതുകൊണ്ടാണ് അവിടെ മനസ്സിലായി സർപ്പശാപം, അവിടെ സർപ്പത്തിന്റെ ശാപം അല്ലെങ്കിൽ സർപ്പത്തിന്റെ ഇഷ്ടക്കുറവ്, ആനുകൂല്യമില്ലായ്മ, എനിക്ക് തൊലിക്ക് പുറത്ത് അസുഖം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് വെയിൽ കൊണ്ടിട്ടില്ലെങ്കിൽ അസുഖം ഉണ്ടാവുന്നതാണ്. അവിടെ സൂര്യനെയാണ്, സൂര്യപ്രകാശത്തെയാണ് സർപ്പം എന്ന് വിളിച്ചിട്ടുള്ളത്. അതേപോലെ എൻ്റെ ഉള്ളിലുള്ള പ്രാണ ഊർജം, കോസ്മിക് എനർജി, ഈ കോസ്മിക് എനർജി വേണ്ടതുപോലെ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് അസുഖം ഉണ്ടാവും. അപ്പൊ എൻ്റെ ഉള്ളിലെ പ്രാണോർജം ശരിയായ രീതിയിൽ പ്രവർത്തിക്കട്ടെ എന്ന് പറയുന്ന മന്ത്രങ്ങളുണ്ട്. 55 മന്ത്രങ്ങളാണ് സർപ്പബലിയിലുള്ളത്. ഈ 55 മന്ത്രത്തിലും പാമ്പിനെ കുറിച്ച് ഒരു അക്ഷരം പറയുന്നില്ല. അവസാനത്തെ അഷ്ടനാഗങ്ങളെ കുറിച്ചുള്ള ഒരു മന്ത്രമുണ്ട്. അനന്തായ നമ, വാസുകേ നമ, തക്ഷകായ നമ, കാർഗോടകായ നമ, പത്മായ നമ, മഹാപത്മായ നമ, ശംഖവാലായ നമ, ഗുളികായ നമ എന്ന് പറയുന്ന 8 മന്ത്രങ്ങൾ ഒഴികെ ബാക്കി എല്ലാവും പറയുന്നത് ദിശകളെ കുറിച്ചാണ്. ഓരോ ദിശയിൽ നിന്നും എന്നിലേക്ക് വരുന്ന ഊർജം അത് പ്രത്യേക രീതിയിൽ ഓരോ തരത്തിലാണ് എന്നെ സഹായിക്കുന്നത്. അത് പൂർണ്ണമായും എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കട്ടെ എന്നുള്ളതാണ്. അവിടെയൊന്നും നമ്മൾ ഈ പാമ്പിനെ, മൂർഖൻ പാമ്പിനെയോ അല്ലെങ്കിൽ ചേനത്തണ്ടനെയൊന്നും കാണാനില്ല. ഒരു പാമ്പിന്റെ പേരും പറയുന്നില്ല. അവിടെ സർപ്പം എന്ന് പറയുന്നത് മുഴുവൻ ഊർജങ്ങളെ കുറിച്ചാണ്, പലതരത്തിലുള്ള ഊർജത്തെ കുറിച്ചാണ്. അവിടെ സർപ്പം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിനെ നിലനിർത്തുന്ന, പ്രപഞ്ചത്തിലെ എല്ലാ ഊർജവും സഞ്ചരിക്കുന്ന ഊർജങ്ങളെയാണ്. ആ എല്ലാ ഊർജങ്ങളും എനിക്ക് അനുകൂലമാവുമ്പോഴാണ് ഞാൻ ആരോഗ്യവാനാവുന്നത്, എനിക്ക് സമൃദ്ധി ഉണ്ടാവുന്നത്, സൽസന്താനങ്ങളും സമ്പൽ സമൃദ്ധി ഉണ്ടാവുന്നത്. പിന്നെ എന്താണ് സർപ്പശാപം? പ്രകൃതിക്കെതിരായിട്ട് ചെയ്യുന്ന ദോഷങ്ങളൊക്കെ, കല്ല് വെട്ടുക, പാറ പൊട്ടിക്കുക, മരം മുറിക്കുക, കുളന്ന മൂടുക, ഇതൊക്കെ മല ഇടിക്കുക, ഇതൊക്കെ സർപ്പശാപം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. കാരണം പ്രകൃതിക്കെതിരായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. അത് പ്രകൃതി തന്നെ, പ്രകൃതി നമ്മളെ ദുഷിക്കൊന്നുമില്ല. നമ്മൾക്ക് ആ പ്രകൃതി എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ ചെയ്യുന്ന ഏതൊരു കർമ്മത്തിനും എനിക്ക് എന്തുണ്ട്, അനുകൂലമോ പ്രതികൂലമായ കർമ്മഫലമുണ്ട്. എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വലന്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊരു കർമ്മത്തിനും തുല്യമായ കർമ്മഫലമുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഞാൻ പ്രകൃതിനെ ദ്രോഹിക്കുന്നിടത്തോളം കാലം അത് എൻ്റെ ഉള്ളിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. അതിന് സർപ്പശാപം എന്ന് പറയാറുണ്ട്. ഞാൻ ഒരുപാട് മരം മുറിച്ചാല് എൻ്റെ കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടും. ഇയാൾ കണ്ടിട്ടല്ല എത്രയും മരം മുറിക്കുന്നത്, അപ്പൊ കാഴ്ചശക്തി ഇല്ലാതാവും. ഞാൻ ഒരുപാട് മരം മുറിക്കുന്ന പറയുന്നത്, ഇയാൾ ഇത്ര മരം മുറിക്കുന്നത്, ഇയാൾക്ക് തലമുറ ഉണ്ടായാലോ? തലമുറ ഉണ്ടാവുന്നില്ല. എൻ്റെ ഉള്ളിലെ ഊർജം ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്ത സമയത്ത് എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല. അപ്പൊ ആ ഊർജത്തെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് സർപ്പബലിയിലെ മന്ത്രങ്ങൾ മുഴുവൻ. പിന്നെ എങ്ങനെയാണ് സർപ്പക്കാവുകൾ വന്നത് എന്ന് വെച്ചാല് അത് മനോഹരമായൊരു, അതിന് പിന്നിൽ സയൻസ് ഉണ്ട്. എല്ലാ വീടുകളോടും ചേർന്ന് കാവ് ഉണ്ടായിരുന്നു. പണ്ട് കാലങ്ങളിൽ ആൾക്കാർ സമാധിയായാൽ, മരിച്ചു പോയാൽ നമ്മൾ തെക്കേ ഭാഗത്ത് ചിത കൂട്ടി കത്തിക്കുക ചെയ്യാം. പക്ഷെ യോഗ്യന്മാരായ ആൾക്കാർ സമാധിയായ ആൾക്കാരെ നമ്മൾ കത്തിക്കാറില്ല. ആ സമാധിയായ ആളെ നമ്മൾ എന്ത് ചെയ്യും? വീടിന്റെ ഈശാന കോണില്, വലിയ തറവാടൊക്കെ ആണെങ്കിൽ കിഴക്ക് വടക്കേ കോർണറിൽ
അവിടെ കുടിയിരുത്തും, അവിടെ സ്ഥാപിക്കും, അവിടെ നമ്മൾ എന്ത് ചെയ്യും, സമാധി ഇരുത്തും. ആ വലിയ കുഴിയെടുത്ത് സമാധി ഇരുത്തും. ആ സമാധിന്റെ മുകളില് നമ്മളൊരു കല്ല് വെക്കും, ചിത്രകൂടം എന്ന് പറയുന്ന ഒരു കല്ല് വെക്കും. ഒരു ചതുരത്തിലൊരു കല്ല് നീളത്തിൽ, അതിന്റെ മുകളിൽ വേറൊരു ചതുരം, അതിന്റെ മുകളിൽ ഒരു തൊപ്പിക്കല്ലൊക്കെ ഉണ്ടാവും, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സാധനം ഉണ്ടാവും. അങ്ങനെ ചിത്രകൂടം എന്നാണ് വിളിക്കുക. സമാധിന്റെ മുകളിലാണ് വെച്ചിരുന്നത്. അങ്ങനെ ആ വെക്കുന്ന സ്ഥലത്ത് വാർഷികമായി മാത്രമേ ആരാധന ഉള്ളൂ, മറ്റെല്ലാ സമയത്തും അവിടേക്ക് ആരും പോവാറില്ല. അങ്ങനെ സൂക്ഷിക്കുന്ന സ്ഥലത്ത് പിന്നീട് കാടുകൾ വളരുകയും അവിടെ സർപ്പങ്ങൾ വന്ന് താമസിക്കുകയും, എവിടെ കാടുണ്ടെങ്കിലും അവിടെ സർപ്പം ഉണ്ടാവും. അവിടെ നമ്മള് സർപ്പാരാധനയ്ക്ക് ഉപയോഗിച്ചു. അവിടെ നമ്മള് ഉണർന്ന കുണ്ടലിനിയെയാണ് ആരാധിക്കുന്നത്. സമാധി എന്ന് പറയുന്നത് ഉണർന്ന കുണ്ടലിനിയാണ്. ഈ കുണ്ടലിനി ശക്തിയുടെ പ്രതീകമായി നമ്മൾ സർപ്പത്തിന് പറയാറുണ്ട്. അതുകൊണ്ട് സർപ്പക്കാവിൽ കാണുന്ന സർപ്പം എന്ന് പറയുന്നത് ഉയർന്ന കുണ്ടലിനി ശക്തിയാണ്, നമ്മളുടെ ശ്രദ്ധയാണ്. ശിവന്റെ കഴുത്തിൽ പാമ്പിനെ കാണുമ്പോൾ ഇയാൾ എന്താ 24 മണിക്കൂറും പാമ്പിനെ കഴുത്തിൽ നടക്കണമെന്ന് ചിന്തിക്കല്ല. അത് അവയർനെസ് ആണ്, കുണ്ടലിനിയാണ്. ആ ഒരു കുണ്ടലിനിയെ പ്രതീകമാണ് ചിത്രകൂടത്തിന് അപ്പുറത്തും ഇപ്പുറത്തും കാണുന്ന ഉണർന്ന കുണ്ടലിനിയെ പ്രതീകമായിട്ട് കാണുന്ന സർപ്പ പ്രതിമകൾ. വാർഷികമായിട്ടാണ്. ഇന്ന് കേരളത്തിലല്ല, ലോകത്ത് മുഴുവനും കാണുന്ന പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ മുഴുവൻ വലിയ യോഗീശ്വരന്മാരുടെ സമാധിയാണ്. പഴനി ഭോഗരുടെ സമാധിയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രം അഗസ്ത്യരുടെ സമാധിയാണ്. എന്തിനു പറയുന്നു? ഗുരുവായൂർ ക്ഷേത്രം, സത്യത്തില് ഗുരുവായൂർ ക്ഷേത്രം യോഗീശ്വരന്റെ സമാധിയാണ്. അവിടെ ഗുരുവായൂർ ഏകാദശി കഴിഞ്ഞാൽ ദ്വാദശിക്ക് യോഗീശ്വര പൂജ നടക്കുന്നുണ്ട്. അവിടെയാണ് എവിടെ ലോകത്ത് തിരക്കുണ്ടോ ആ തിരക്കുള്ള സ്ഥലങ്ങളൊക്കെ നോക്കിയാൽ അറിയാം സമാധി സ്ഥലങ്ങളാണ്. വളരെ ശക്തമായി പവർഫുള്ളായി ചൈതന്യമുള്ള സ്ഥലങ്ങളാണ് സമാധി സ്ഥലങ്ങൾ. അതുകൊണ്ട് തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ ചൈതന്യമുള്ളത് സർപ്പക്കാവുകളിലാണ് എന്ന് പറയേണ്ടി വരും. കാരണം അതൊക്കെ സമാധി സ്ഥലങ്ങളാണ്. ആ സമാധി സ്ഥലങ്ങളിൽ സ്വാഭാവികമാണ് സർപ്പങ്ങൾ വന്നു കൂടുകയും ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന കഥകളാണ്. അങ്ങനെയാണ് സർപ്പവും പാമ്പും സർപ്പബലിയും മൂർഖനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. കാരണം പാമ്പിന് താമസിക്കണമെങ്കിൽ കാട് വേണം. അതിനുവേണ്ടി എല്ലാവരും, അത് മാത്രമല്ല പാമ്പിന് വലിയ കുറെ ധർമ്മങ്ങളുണ്ട്. വായുവിനെ ഏറ്റവും ശുദ്ധമാക്കി നിലനിർത്തുന്നതിൽ ഏറ്റവും ശക്തമായ പങ്ക് വഹിക്കുന്ന ഒരാള് സർപ്പമാണ്. അടുത്തൊരു വീഡിയോയിൽ ഞാൻ സർപ്പത്തിന്റെ ധർമ്മം എന്താണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ സർപ്പബലി എന്ന് പറയുന്നത് പ്രകൃതിയിലുള്ള മുഴുവൻ ഊർജങ്ങളെയും പൂജിച്ചതിന് എന്റെ ഉള്ളിൽ അത് അനുകൂലമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതാണ്. ഇടാനാടിയെയും സുഷുമ്നയെയും പിങ്കളെയും ഒക്കെ അവിടെ സർപ്പം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സർപ്പബലിയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലാണ് മാറ്റം ഉണ്ടാവുന്നത്. മുഴുവൻ പ്രപഞ്ചവും എനിക്ക് അനുകൂലമായി തീരട്ടെ എന്നുള്ള ആഹ്വാനമാണ് സർപ്പബലിയിൽ തുടക്കം മുതൽ അവസാനം വരെയുള്ളത്. പ്രകൃതിക്കെതിരായിട്ട് ചെയ്യുന്ന എല്ലാ ദ്രോഹങ്ങളും സർപ്പശാപം ഉണ്ടാക്കുന്നതാണ്. സർപ്പങ്ങളെ ഒന്ന് ശപിക്കുകയല്ല, അത് നമ്മൾക്ക് ഉണ്ടാവുന്ന ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ് സർപ്പശാപം എന്ന് പറയുന്നത്. സർപ്പബലിയിലെ മന്ത്രങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇത് മനസ്സിലാവും. പിന്നെ സർപ്പങ്ങൾക്ക് നമ്മൾക്ക് മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് അതീതമായി ചില പ്രത്യേക കഴിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ സർപ്പത്തെ നമ്മൾ ഉയർന്ന സ്ഥാനത്ത് നിർത്തിയിട്ടുണ്ട്. മറ്റ് ജീവജാലങ്ങളെക്കാൾ കൂടുതൽ ഒരു പടി ഉയർന്ന സ്ഥാനത്താണ് നമ്മൾ സർപ്പങ്ങൾക്ക് സ്ഥാനം കൊടുത്തിട്ടുള്ളത്. അത് സർപ്പത്തിന്റെ വിശേഷമായ സ്വഭാവങ്ങളും വിശേഷമായ ധർമ്മത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. പിന്നെ ബാക്കി പറയുന്ന കഥകളൊക്കെ പലരും കഥകളുടെ ഭാഗമായിട്ട് വന്ന, മിത്തിന്റെ ഭാഗമായിട്ട് വന്ന കഥകളാണ്. നാഗമാണിക്യം എന്ന് പറയുന്ന സങ്കല്പമൊക്കെ പറയാറുണ്ട്. നാഗമാണിക്യം എന്ന് പറയുന്നത് കുണ്ടലിനിയാണ്. അല്ലാതെ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന ഒരു സാധനം നാഗമാണിക്യത്തെ അന്വേഷിച്ചിട്ടാണ്. അത് അന്വേഷിച്ചിട്ടും അത് വിൽക്കാനും അത് വാങ്ങാനും ഒക്കെയാണ്. അങ്ങനെ ഒരു സാധനം ഇല്ല. നാഗമാണിക്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തില് സാധകൻ തപസ്സിലൂടെ ഊതിക്കാച്ചിയ അദ്ദേഹത്തിന്റെ ആത്മതത്വത്തെയാണ്. അതാണ് നാഗമാണിക്യം. അത് കുണ്ടലിനിയാണ്, ഉയർന്ന കുണ്ടലിനിയാണ്, ഉണർന്ന കുണ്ടലിനിയാണ്. അതാണ് സർപ്പത്തെ കുറിച്ച് പഠിക്കുന്ന സമയത്ത്, മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്. നന്ദി, നമസ്കാരം.